8 മുതൽ 12 വരെ സ്റ്റേറ്റ് ആൻഡ് CBSE. ഇനി വിജയ് എജു ആപ്പിൽ മാറുന്ന കാലത്ത് മാറ്റത്തിനായുള്ള പഠനം. ഇനി ആരൊക്കെയാ വരണേ? ജസീല ആരെങ്കിലും. ഓക്കെ. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ബോട്ടമിൽ ആ ഒരു ബീഡിങ് കണ്ടോ, അവിടെ കൊണ്ടുപോയി നിർത്തണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ജസ്റ്റ് മിസ്. അനുവാടൊന്ന് കോട്ടുവാ വിടല്ലേ, ആ കാറ്റടിക്കും. സംഭവം ലാസ്റ്റ് റൗണ്ടാണ്. ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ച് കൂട്ടിയ പുസ്തകത്താളിൽ നിന്ന് പഠിച്ചതിന്റെ അല്ല നെയ്യ. ഇതൊന്നും പോയിന്റ് അല്ല, ഒന്നും താഴെ വന്നിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ ഹോൾഡ് ചെയ്യും. കിടക്കണം, ഇരിക്കണം. ആ ഊതി ചില്ലി തുളച്ച്. ശരി, വെരി ഗുഡ്, വെരി ഗുഡ് ജസീല, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജിമ്മായതുകൊണ്ടാണ്. വെരി ഗുഡ് ജസീല, കോൺസെൻട്രേറ്റ്. സ്ലോലി സ്ലോലി, യാ സ്ലോലി. അവിടെ നിർത്ത്. അത് മാറ്റിക്കോ. അയ്യോ, താഴെ ഊതിക്കോ. അയ്യോ, താഴെ ഊതിക്കോ. അത് കഴിഞ്ഞ് അവിടെ നിർത്തിക്കോ. ഊത്ത് നിർത്താനല്ല. ഓക്കെ, സംഭവിച്ചത് എനിക്കൊരു പിടി. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. കള്ളം പറയരുത്. അല്ല, ഡൈന കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ജസീല അല്ല, രണ്ട് ഗേൾസ് നന്നായിട്ട്. ഡയന ശരിക്കും ഹോൾഡ് ചെയ്ത സെക്കൻഡ്സ് നോക്കുകയാണെങ്കിൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നോ പ്രോബ്ലം. ഇവിടെയൊക്കെ നന്നായിട്ട് കളിച്ചു, താഴെ വരുമ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇവിടെ നമ്മുടെ ജസീലയുടെ നോക്കുകയാണെങ്കിൽ 53 സെക്കൻഡ്സ് ആണ് ഓൾ ടോട്ടൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഗുഡ് ജോബ്, വെരി ഗുഡ്. സോ നമ്മളിപ്പോൾ 2 points ആയിട്ട് നിൽക്കണ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ലാസ്റ്റ് റൗണ്ടിലേക്കും കൂടെ പോവാട്ടോ. ലാസ്റ്റ് റൗണ്ടിൽ ആര് വരും? ഷിയാസ്. ഓക്കെ, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. സെന്ററില് ഹോൾഡ് ചെയ്ത് വെച്ചോ. എന്നിട്ട് മെല്ലെ വിട്ടോട്ടോ, മെല്ലെ. അങ്ങനല്ല അത് കഴി. നിങ്ങളൊക്കെ പണ്ട് അപ്പണ്ടാടി ഊതി നടന്നവരാണ് തോന്നുന്നത്. അതെ, ഒരു മെല്ലെ പേടിപ്പിച്ച് ഉറപ്പിക്കണോ പേപ്പറിനെ? മെല്ലെ അടുത്ത് വന്നിട്ട് നന്നായിട്ടുണ്ട് ഷിയാസെ, നന്നായിട്ടുണ്ട്. ആ തിന്നടാ അത്. താഴേക്ക് കൊണ്ടുവരണം. അതെന്നാ എന്റെ പൊന്നെണ്ണ പിടിയാ. അമർ ചിത്രകഥയിലെ കർഷകന്റെ മീശം വെച്ച ചെയ്ത് കാണിക്കണം. കടൽ തീര. ഷിയാസ് വിടരുത്. വെരി ഗുഡ് ഷിയാസ്, വെരി ഗുഡ്. ഷിയാസെ കലക്കി. ഇല്ല, അതിനെ കഴിവിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അടുത്തടുത്തോ. ഇതാണ് ഞാൻ പറഞ്ഞ ബീഡി വലിക്കല്ലേ എന്ന്. ശ്വാസം കിട്ടുന്നില്ലല്ലോ. പറയേണ്ട ആവശ്യമില്ല. ഹലോ, ഡെഡിക്കേഷൻ മതി. ഹലോ, ഷിയാസ് നന്നായിട്ട് കളിച്ചു. ഈ ഒരു റൗണ്ടിലെ ഷിയാസ് ആണ് ജയിച്ചത്. സുഖയുടെ വെറുതെ വന്നതാ തമാശക്ക്.
അപ്പളേ മോനെ. ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ബിൻചേട്ടന്റെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു, അടിമാലി ആൻഡ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ശ്വേത ചേച്ചി. അതെ 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 അതെ. അല്ലാതെ നീയൊന്നും കളിക്കാത്തതിന്റെ അല്ല. ടീമിനെ കൂടെ കളിക്കാം. ഞങ്ങൾ ഇവിടെ മാറൂല. ഇത് ഞങ്ങളെ പ്ലേസ് ആണ്. ഞങ്ങൾ ഇവിടെ നിന്ന് മാറിയ ശേഷം തോറ്റല്ലോ. അല്ല, നീയൊന്നും കളിക്കാത്തതിന്റെ കുഴപ്പമല്ല. ഞങ്ങൾ കളിക്കുന്നുണ്ട്. കസേര ഇനി കൊടുക്കില്ലെന്നാ പറഞ്ഞു. ഇനി ആരുടാ നിങ്ങള് ബാലിശമായ തമാശകൾ പിന്നോളിയാ ചാട്ട എടുക്കും. ചാട്ട് വരട്ടെ. ഇരുന്ന് അടിക്കും, എല്ലാരും അടിക്കും. വരുന്നവനൊക്കെ അടിച്ച് വീഴ്ത്ത്. ഞാൻ ഇവിടെ ഇരുന്നടിക്കാൻ പോവാ. അതെ അതെ അല്ലെ ഇരുന്നടിച്ചാലേ ശീലം. അപ്പൊ നിങ്ങൾ കസേര ഇട്ട് കൊടുത്തോ? ആ ടീമില് ജസീല, ഷിയാസ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ആരോഗ്യ ദൃഢഗാത്രമായിട്ടുള്ള ആൾക്കാരാ. അസീസ് തോന്നുന്ന പോലെ അല്ല. ഇത് വെച്ചിട്ട് നമ്മുടെ തോറ്റ ടീമിന്റെ അംബാസഡർ ഒരു അടി അടിക്കണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതും പോരാത്ത അനു വരെ ജയിച്ചു. ജസീലയും ഇവരൊക്കെ വലിയ ജിമ്മന്മാരാന്ന് വിചാരിക്കാം. അനു വരെ ഊതി തോപ്പിച്ചു. അതെ അതെ. എന്റെ അന്ന മാത്രം ഉണ്ട് ആ ഭാഗത്ത് ഒരു ഇച്ചിരി അത്ലറ്റിക്സ് മൈൻഡ് ഉള്ളത്. അതെ, ഒരു തോൽവി കൊണ്ടൊന്നും കൂറുമാറുന്നവനല്ല തങ്കച്ചൻ. കേട്ടോ? അത് വിജയിക്കുന്നതല്ല സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ ചന്ദ്രു, നീ വിജയിക്കുമ്പോ ഇതൊന്നും അല്ലൂടെ പറയണേ. ഞങ്ങളെ ബ്രാൻഡ് അംബാസിഡറിന് അടി വേണം. ഞാൻ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ സമ്മതിച്ചില്ലേ? അതിന് എനിക്കൊരു അടി കൊള്ളണം. വേണം. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളെ ക്യാപ്റ്റൻ എന്താന്നുണ്ടെങ്കിൽ എനിക്ക് അടിയുണ്ടോ ഇപ്പം? അങ്ങനെ സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ വന്നൊരു എനിക്ക് ഗസ്റ്റ് സെലിബ്രിറ്റി അടി കൊള്ളാൻ മേടിച്ച് പോണേ. തന്നതിന് നിങ്ങളോടൊക്കെ ഉള്ള കടപ്പാട് ഞാൻ എങ്ങനെ അറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അല്ല, ഇത് ഞങ്ങളൊരു സന്തോഷം. ഞങ്ങള് പിഷാർഡീനെ അടിക്കാൻ വേണ്ടി ചേച്ചി കലാമണ്ഡലത്തിൽ ഡാൻസ് ടീച്ചറിന്റെ കൂട്ട് നിൽക്കണ്ട. തോറ്റു എന്നും പറഞ്ഞ അങ്ങനെ ഒരാളല്ല ഞാൻ. എനിക്ക് റെഡിയല്ല. അല്ല, ഒന്ന് പറ. ഞാൻ തയ്യാറല്ലായിരുന്നു. എന്താ ചേട്ടാ വാ, ഞാൻ പൊള്ളാച്ചി നടക്കാൻ കൊണ്ടുവന്ന മാടല്ല. അയ്യോ, എന്തോ കാണിച്ചടേ. അടി കറങ്ങി എവിടെ കൊണ്ട് തന്നെ ഏറ്റില്ലല്ലേ? എനിക്ക് തോന്നി ആ മൂന്നാമത്തെ കറക്കത്തിൽ തോന്നി ഇത് ഏക്കൂല. ശ്വേതജി, നേരത്തെ ചേട്ടൻ തയ്യാറായിരുന്നില്ല എന്നാണ് അല്ലല്ല, എനിക്ക് കിട്ടി. അല്ല, ചേട്ടൻ കറങ്ങി കിട്ടി എനിക്ക്. അല്ലല്ല, അത് ചേട്ടൻ rehearsal. തയ്യാറായിരുന്നില്ല. വരാൻ പോകുന്ന കളിയുടെ സാമ്പിൾ. അപ്പൊ എനിക്ക് ഈ അടി വാങ്ങിച്ചു തന്ന അസീസ്, തങ്കച്ചൻ, ശ്രീവിദ്യ, സുധി, അന്ന, ഡയാന, ഇത്രയും പേരോടുള്ള എന്റെ നന്ദി എന്റെ പേരിലും കേരള ഫയർഫോഴ്സിന്റെ പേരിലും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വെറുതെ ഇരുന്ന ഞാനായിരുന്നു. പെട്ടെന്ന് വിളിച്ചു വരുത്തി വന്ന് എനിക്ക് ഇത് ചെയ്ത് തന്നു വിടുന്ന ഫ്ലവേഴ്സ് ടിവിയോടും അഖിൽ കവലിയൂർ, അനൂപ് എന്നവരോടുമുള്ള എന്റെ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. അവൻ ചെവി പറഞ്ഞ പല തമാശകൾ ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാം അരയും പുഴുക്കുന്നൊക്കെ. എന്നിട്ടും എനിക്ക് ഈ വിധി ഉണ്ടായത് എന്റെ വിധിയായിട്ട് കരുതി ഞാൻ സമാധാനിക്കുകയാണ്. എല്ലാം ഓക്കെ അല്ലേ? മംഗളകർമ്മ എനിക്കെല്ലാം മനസ്സിലായി വേഗാട്ടെ, രാഹുകാലം കഴിയാറായി. തന്നെയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു മംഗളം എനിക്കറിയാം ചെയ്തേ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അതെ, ഇത് ഇന്ന് ഇത്തിരി ജീവൻ ബാക്കി ഇട്ടേക്കണം എവിടെ മൊത്തം ശരീരത്തിൽ. അങ്ങനെ ഇഴഞ്ഞ അടുത്ത ചാനലിൽ പോകാനുള്ള. പിടിക്കൂ. ഞാൻ പറഞ്ഞു തരാം കറക്റ്റ് അവിടെ കൊള്ളണമെന്ന്. സുല്ലിട്ട് പണം. അല്ല, അരക്ക് കീപ്പോട്ട് അടിക്കണം. മുണ്ടുപൊക്കൂ. മുണ്ടുപൊക്കൂ. നിങ്ങൾ ആരും അവിടെ അങ്ങനെ മേടിച്ചിട്ടില്ല. എനിക്ക് മുണ്ടിൽ കിട്ടിയാൽ മതി. ഇല്ല, ഇല്ല, ഇല്ല.
നിങ്ങളുടെയൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ റസ്കിന്റെ വക്ക് പോലെ തഴമ്പുണ്ട്. എനിക്ക് അങ്ങനെ അല്ല, വെറുതെ അടിമേടിച്ച് കൂട്ടാൻ വയ്യ. എന്നെ എന്റെ അമ്മ പോലും അടിച്ചിട്ടില്ല. സ്റ്റാർ മാജിക്കിൽ വന്നിട്ട് ചേച്ചി ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി അടി വാങ്ങാൻ പോണേ. ബെർമൂഡ ഇട്ട് ഇവിടെ ചൂരലിന്റെ പാടായിട്ട് പെണ്ണുമ്പിളുടെ മുമ്പ് ഇവിടെ പിഷാരിറ്റി ഇങ്ങനെ നടക്കണമായിരുന്നു. എനിക്ക് വിഷമം. മൂത്ത് വരികയാണ് ഞാന് അടിക്കുവാണെങ്കിൽ കുറച്ച് മൂപ്പാണല്ലോ, കുറച്ച് കഴിയുമ്പോ ഭയങ്കര മൂപ്പായിരിക്കും. മൂത്ത് വരുവാന്ന്. ഓ, ചേച്ചി ഉദ്ദേശിച്ചത് അടിക്കാൻ നമ്മുടെ ടീം ജയിക്കാഞ്ഞത് നന്നായി. ഞാനെങ്ങാനും മൂത്തിരുന്നെങ്കിലോ. അതിലൊരു തിരുത്തുണ്ട്. മലയാളം കുറച്ച് വശമുള്ളതുകൊണ്ടാ അടിക്കാൻ മുട്ടി നിൽക്കാന്ന് കേട്ടോ ചേച്ചി ഉദ്ദേശിച്ചത്. Ready? 1, 2, 3. വന്ദേ മാതരം. എന്നെ അടിച്ച എന്റെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്തിന്റെ സ്റ്റിച്ച് പൊട്ടിച്ചു കളഞ്ഞല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഇന്ന് പിഷാരടി ചാട്ടവാറടി മേടിച്ചിരിക്കുകയാണ്. അപ്പൊ ചാട്ടവാറടി കഴിഞ്ഞു. നന്ദിയും നമസ്കാരം. അങ്ങനെ പോകല്ല ആന്റണി വരുമ്പോ അവരോടോ. ആര് പറഞ്ഞു വൈൻഡ് ചേട്ടാ? പിന്നല്ലേ ചേട്ടന് കിട്ടിയതിന്റെ ബാക്കി ഭാഗം ഇവർക്കും ചേട്ടാ. എല്ലാവർക്കും ഈ 2 എണ്ണം വീതം കൊടുക്കുക. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം കേട്ടോ. ചേട്ടാ പതുക്കെ പോണേ, നോക്കി പോണേ. പൊള്ളാച്ചി എന്ന് പറഞ്ഞ പോത്തിന്റെ പുറകിൽ ഒരു പാട് കണ്ടിട്ടുണ്ടോ? അതുപോലെ വരും. ഇവിടെ ആശുപത്രി കൊണ്ടുപോണ. നിങ്ങൾക്ക് സത്യത്തിൽ കണ്ണിച്ചോരയില്ല അല്ലേ? ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. കോമഡി ആയിരിക്കും എന്ന് വിചാരിച്ചു. 8 മുതൽ 12 വരെ സ്റ്റേറ്റ് ആൻഡ് CBSE. ഇനി വിജയ് എജു ആപ്പിൽ മാറുന്ന കാലത്ത് മാറ്റത്തിനായുള്ള പഠനം.